പല സാധകന്മാരുടെയും ഒരു സംശയമാണ്. നമ്മൾ സാധന ചെയ്യുമ്പം ധ്യാനം അനുഷ്ഠിക്കുന്ന സമയത്ത് പലപ്പോഴും ഗുരുക്കന്മാരുടെയും ദേവതകളുടെയൊക്കെ സാന്നിധ്യവും ദർശനമൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പം ഇതിനെ പല ആളുകളും നമ്മളതിലേക്ക് ശ്രദ്ധ കൊടുക്കരുത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇതിനെപ്പറ്റി സ്വാമിയുടെ ഒരു അഭിപ്രായം എന്താണ്? ആത്മീയ സാധന ചെയ്യുമ്പോൾ ചെയ്യുന്ന വ്യക്തിയുടെ ആത്മീയ ഉണർവ് അനുസരിച്ച് അയാൾ സൂക്ഷ്മത്തിലേക്ക് കണക്ട് ചെയ്യപ്പെടും. അങ്ങനെ സൂക്ഷ്മത്തിലേക്ക് അയാൾ കണക്ട് ചെയ്യപ്പെട്ട് ഉയർന്നു വരുമ്പോൾ സൂക്ഷ്മത്തിലുള്ള ദേവതമാരുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ സാന്നിധ്യവും നിർദ്ദേശവും സഹായവും അയാൾക്ക് ലഭിക്കും. അങ്ങനെയാണ് ആ സാന്നിധ്യം ഉണ്ടാകുന്നത്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരാൾ ധ്യാനിക്കുമ്പോൾ സാധന ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരത്തിൽ മനോബുദ്ധി അഹങ്കാര ചിത്തത്തിൽ പല പ്രോസസ്സും നടക്കുന്നുണ്ട്. പ്രാണൻ്റെ ഉണർവും വ്യതിയാനങ്ങളും കുണ്ടലിനി ശക്തിയുടെ പ്രസരണം പിംഗള സുഷുമ്നയിൽ കൂടെ പ്രസരിക്കുന്നതുണ്ട്. അത് ആ വ്യക്തിയുടെ കൺട്രോളിലല്ല. ഈ സാധന ഉയർന്നു വരുന്ന സമയത്ത് ഇതിൻ്റെ ഉണർവിനെ ശരിയായ ദിശയിലേക്ക് എത്തിച്ച് സഹസ്രാര പത്മത്തിൽ എത്തിക്കാൻ നമ്മളെ സൂക്ഷ്മത്തിൽ സഹായിക്കുന്നത് ഈ ഗുരുവും ഗുരുവിൻ്റെ ഗുരുക്കന്മാരും ശിഷ്യന്മാരും ദേവതമാരുമാണ്. അതുകൊണ്ട് തന്നെ ഒരുവൻ സാധന ആരംഭിച്ച് കഴിയുമ്പോൾ അപ്പോൾ തന്നെ അവൻ്റെ ചുറ്റും ദേവതമാരും ഗുരുക്കന്മാരുടെയും ഒരു കവചം, ഒരു സംരക്ഷണം, ഒരു ശ്രദ്ധയുണ്ടായിരിക്കും. അതുകൊണ്ടൊരു യഥാർത്ഥ സാധകന് സാധന ആരംഭിക്കുമ്പോൾ തന്നെ ഈ സംരക്ഷണം, ഈ കവച സാന്നിധ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റു വിഷയത്തിലാണ്. അതായത് ശരിയായ സദ്ഗുരുവിൽ കൂടെ അല്ലാതെ നമുക്കാവശ്യമില്ലാത്ത, തമിഴിൽ പറഞ്ഞാൽ തേവയില്ലാത്ത മന്ത്രം ജപിച്ച് ഭൗതികമായ കാര്യങ്ങളും അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ജപസാധന ചെയ്യുന്നവരെ ദുർദേവതമാരും ബ്രഹ്മരക്ഷസുകളും കപടയോഗികളും, അതായത് പൂർണ്ണതയിലെത്താത്ത യോഗീശ്വരന്മാരുമൊക്കെ വഴിതെറ്റിക്കുകയും അവരുടെ മണ്ഡലത്തിലേക്ക് ആവാഹിക്കുവാൻ ശ്രമിക്കുകയും ഭ്രമിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ശരിയായ ഗുരുവിൽ കർമ്മത്തിന് ദോഷം വരാതെ ശ്രദ്ധയോടുകൂടി സാധന ചെയ്യുകയാണെങ്കിൽ ദർശനങ്ങളുണ്ടാകും, സാന്നിധ്യമുണ്ടാകും, അശരീരി ഉണ്ടാകും, സ്വപ്നദർശനമുണ്ടാകും, വരാനിരിക്കുന്ന പല കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരും. അങ്ങനെയാണ് നമ്മളെ ഘട്ടം ഘട്ടമായിട്ട് നമ്മളെ പ്രാണനെ ഉയർത്തി മോക്ഷത്തിലേക്ക്, സഹസ്രാരത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ സാധകർ, സ്വാത്വിക വഴിയിൽ സാധന ചെയ്യുന്നവർ ദർശനങ്ങളെപ്പറ്റിയും സ്വപ്നത്തെപ്പറ്റിയും സാന്നിധ്യത്തെപ്പറ്റിയും ഓർത്ത് ഭയപ്പെടുകയേ വേണ്ട. നിങ്ങൾ ജപിക്കുമ്പോൾ, സാധന ചെയ്യുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് ദർശനം തന്നിട്ടുള്ള ഗുരുക്കന്മാരെയും ദേവതമാരെയും എല്ലാം നമസ്കരിക്കുകയും നന്ദി പറയുകയും സദാ കൂടെ ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക.